ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ 80 മുതൽ 90% വരെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മൈഗ്രെയിൻ ഉള്ളവർ പ്രധാനമായിട്ടും അമിതമായ സൂര്യപ്രകാശം ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കൂടുതൽ നോയ്സ് അഥവാ സൗണ്ട് അധികമുള്ള സ്ഥലങ്ങളിലും നിൽക്കാൻ പാടില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മൈഗ്രെയിൻ കൂടുന്നതാണ്. ഇനി അടുത്തത്, പല സ്റ്റഡീസും വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ മൈഗ്രെയിനും ലിങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞവർക്ക് കൂടുതൽ മൈഗ്രെയിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓഫീസ് ജോബിൽ ഇരിക്കുന്നവർക്കോ അധികം സൺലൈറ്റ് കൊള്ളാത്തവർക്ക് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ അത്യാവശ്യമാണ്. അടുത്തത്, നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫിഷ്, നട്ട്സ് അതൊക്കെ ധാരാളം കഴിക്കേണ്ടതാണ്. പിന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈഗ്രെയിൻ തടയുന്നതിന്. പ്രധാനമായിട്ടും എയ്റോബിക് എക്സസൈസ്, അതായത് നടത്തം, ഓട്ടം, സ്വിമ്മിങ്, ഒരു 30 മിനിറ്റ് ദിവസേന ഇത് അത്യാവശ്യമാണ്. ഇനി അടുത്തത്, പഞ്ചസാര പരമാവധി കുറയ്ക്കാൻ നോക്കുക. മൈദ, ജങ്ക് ഫുഡ് ഇതൊക്കെ പരമാവധി കുറയ്ക്കുക. ഈ കാര്യങ്ങൾ, ഈ ട്രിഗർ കണ്ടുപിടിക്കുകയും ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ 80 മുതൽ 90% വരെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്.